ആരെ കണ്ടാലും 5 മിനിറ്റ് കൊണ്ട് വരുത്തിക്കൂടും. ഒരു പാലക്കാടുകാരനായിട്ട് ഇന്നേ വരെ ഞാൻ കൽപ്പാത്തി രഥോത്സവം നേരിട്ട് കണ്ടിട്ടില്ല. ഈ വർഷവും ആ അവസരം എനിക്ക് പാടും. രഥോത്സവമായതുകൊണ്ട് നമുക്ക് രഥത്തിൽ നിന്ന് തന്നെ തുടങ്ങും. ഈ രഥം നമ്മൾ ഫോണിലോ ടി വിയിലോ കാണുന്ന പോലെയല്ല, ഒരു പട്ടുകൂറ്റ് സാധനമാണ്, ഒരു 2 നില വീടിൻ്റെ പൊക്കം. രഥം ആദ്യമായി കാണുന്നതുകൊണ്ട് ഞാനത് വളരെ കൗതുകത്തോടു കൂടി ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ശില്പം അതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ നമ്മുടെ സാങ്കല്പത്തിലുള്ള കേരളം കാണുന്നത് പാലക്കാടാണ്. അതിലൊരു കാരണം ഈ കൽപ്പാത്തി. അതെനിക്ക് അവിടെ പോയപ്പോൾ തന്നെ മനസ്സിലായി. ഈ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്ന ചേട്ടന്മാരെ കണ്ട കാലം മറന്നുപോയി. ഈ പാലക്കാടൻ ചൂട്ടത്ത് പാലക്കാട്ടിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് നന്നാരി സർബത്തും മസാല സോഡ. ഉത്സവം കഴിഞ്ഞാൽ ഇതേപോലെ രഥങ്ങളൊക്കെ ഓരോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് വെക്കും. ഈ രഥം ദൂരത്ത് കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഒരു ഗോളിച്ചോട. ഈ ചേട്ടൻ്റെ പേരെന്താ അറിയില്ല, പക്ഷേ ഗോളിച്ചോട അത്രയ്ക്ക് പോരാ. ആൾക്കൂട്ടത്തിനിടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കുട്ടികളായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല സാരി മുണ്ട് ഷർട്ട് കൊടുത്ത് വന്ന് അവരെ പിടിച്ച് എൻ്റെ ഫോണിൻ്റെ മുന്നിൽ നിർത്തി. പണ്ടൊക്കെ എൻ്റെ അമ്മ വീട്ടിൽ വിരുന്ന് പോകുമ്പോൾ അവിടെ ഇതുപോലെ വളവെക്കാൻ വരുന്ന ഒരുപാട് മുത്തമ്മമാരുണ്ട്. പക്ഷേ ഇന്നൊക്കെ അവരെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ഞാൻ കൽപ്പാത്തി പോയിട്ട് ആകെ വാങ്ങിയത് ഈ കുപ്പിവെള്ളം മാത്രം. അത് കഴിഞ്ഞ് പിന്നെയും അവിടെ കുറേ നടന്നു. ഇതുപോലെ കുറേ കുട്ടികളെയും എൻഎസ്സിലെ പിള്ളേർ എവിടെ നോക്കിയാലും ഇവർ തന്നെ ഉള്ളൂ. ഇപ്പോൾ എന്ത് പരിപാടിക്കും ഇവർ മുന്നിലാണ്. അത് കഴിഞ്ഞ് 10 രൂപയ്ക്ക് കടല, ഓക്കെ, ഒരു കടല വാങ്ങിച്ചു, കാരണം വയറ് ഫുള്ളായതുകൊണ്ട് കഴിക്കാൻ സാധനം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കയ്യിൽ നോക്കി എൻ്റെ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ, ഇല്ലെങ്കിൽ വേണ്ട.